നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും വേണം. അതുകൊണ്ട് ഈ കഥാപ്രസംഗം കഴിയുന്നതുവരെ നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ. കഥാപ്രസംഗങ്ങളിലെ രാജാക്കന്മാരായ VD രാജപ്പനെയും സാംബശിവനെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് പതിയാശ്ശേരിയിലെ പുതുമണവാളൻ. ഒരു കഥ പറയാം, ചെറുകഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥൊരു നാട്ടുകഥ, നേരായുള്ളൊരു നാട്ടുകഥ. ഒരു കഥ പറയാം, ചെറുകഥ പറയാം, നിലയില്ല കഥ നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. പ്രിയമുള്ളവരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ അഞ്ചങ്ങാടിയിലോ അല്ല, പാകിസ്ഥാനിലോ പത്തനംതിട്ടയിലോ അല്ല, പിന്നെ കൊച്ചുകുട്ടികൾ ഇക്കിളി കൂട്ടുന്ന നമ്മുടെ സ്വന്തം പതിയാശ്ശേരിയിലാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. അതെ, സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വപ്നം വിടരും ഗ്രാമം. കുളങ്ങളും തോടുകളും മരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ പതിയാശ്ശേരി എന്ന ഗ്രാമം. ബിസ്മില്ല ഹോട്ടലും CK സ്റ്റോഴ്സും കല്ലറക്കൽ സ്റ്റോഴ്സും BNC ഹാളും മദീന സ്റ്റോഴ്സും കൊണ്ട് അനുഗ്രഹീതമായ പതിയാശ്ശേരി എന്ന ഗ്രാമം. ഈ പതിയാശ്ശേരിയിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് കിഴക്കോട്ട് നടന്നാൽ ഇടത്തോട്ട് റോഡ് കാണാം. അവിടെ എത്തുമ്പോ ചെറുതായിട്ടൊന്ന് മൂക്ക് പൊത്തണം. കാരണം അവിടെയാണ് റിയാസിന്റെ റേഷൻ കടയുള്ളത്. ആ ഇടത്തോട്ടുള്ള റോഡിലൂടെ നേരെ ചെന്നെത്തുന്നത് മൂവപ്പാടം എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക്. ഇടത്തോട്ടുള്ള ആ റോഡിലൂടെ 4 മിനിറ്റ് നടന്നാൽ മൂവപ്പാടത്തിന്റെ ഐശ്വര്യമായ സാന്ത്വനം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസ് കാണാം. അതെ, ഒരുപാട് പാവപ്പെട്ടവർക്ക് കാരുണ്യത്തിന്റെ കൈത്തിരുനാളുമായ യുവാക്കളുടെ സംഘടനയാണ് സാന്ത്വനം സ്വയം സഹായ സംഘം. നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ നേത്ര സംരക്ഷണ ക്യാമ്പ് വെച്ചും കന്നഡ ആവശ്യമായവർക്ക് കന്നഡ കൊടുത്തും ഒരുപാട് നാടിന് വളർന്നു വരുന്ന യുവതലമുറക്ക് മാതൃകയാണ് സാന്ത്വനം സഹായ സംഘം. ഈ സംഘത്തിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരുപാട് നല്ല മനുഷ്യരെ കാണാം. ഉള്ളിമാൻ അഫ്സൽ, ഔലൻ സായി, പായൻ സാദ്, ടോപ്പ് സിയാദ്, പാതിര പാച്ചു, അർണോൾഡ് അൻസു, ഷഹനാനി ആഷിഖ്, അങ്ങനെ ഒരുപാട് പേര്. അവരെല്ലാം വളർന്നു വരുന്ന യുവാക്കൾക്ക് ഒരു മാതൃകയായി വളരുകയാണ്. ഈ സ്വാതന്ത്ര്യ സ്വയം സംഘത്തിന്റെ ഓഫീസിന്റെ അടുത്തായി ഒരു വർണ്ണമനോഹരമായ വീട് കാണുന്നില്ലേ? അതെ, വർണ്ണമനോഹരമാണ് ആ വീട്. വർണ്ണമനോഹരമാണ് ആ വീട്, വർണ്ണം വിടർത്തിളങ്ങി നിൽക്കൂ. വർണ്ണമനോഹരമാണ് ആ വീട്, വർണ്ണം വിടർത്തിളങ്ങി നിൽക്കൂ. ചന്ദനച്ചായുള്ള ചുവരുകൾ, പച്ച പിരിച്ച പർവ്വതാനി, വർണ്ണമനോഹരമാണ് ആ വീട്. വർണ്ണമനോഹരമാണ് ആ വീട്, വർണ്ണം വിടർത്തിളങ്ങി നിൽക്കൂ. പ്രിയമുള്ളവരെ, ഈ വർണ്ണമനോഹരമായ വീടാറിയതാണെന്നറിയോ? അത് നമ്മുടെ കഥാനായകന്റെ വീടാണ്. ഇനി ആരാണ് നമ്മുടെ കഥാനായകൻ അറിയണ്ടേ? അത് അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാം. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മതി. അതാ അവിടെ ഒരു കണ്ണിമുണ്ട് എടുത്തിട്ട് ഗ്ലാമറിന്റെ ഒരു അവതാരം നിൽക്കുന്നത് കണ്ടു. അതേ, ബക്കർക്കാട് അവിടുത്തെ നിസുവാണ് ഈ കഥയിലെ നായകൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിസു അല്ല ഈ കഥയിലെ നായകൻ. ആൾ നായകനാകാൻ പറ്റിയ സാധനം കിളി പൊളി. നിസുവിന്റെ അപ്പുറത്തായി അതാ ഒരു പച്ച ഷർട്ട് നീല ജീൻസ് ഇട്ട് ജോസഫ്, ഈ കുട്ടിക്ക് മലയാളം അറിയാം എന്നും പറഞ്ഞ് ജഗതിയെ പോലെ ഒരുത്തനെ നിൽക്കുന്നുണ്ടോ? അതേ, കൊട്ടാരത്തിന്റെ അവിടുത്തെ ഷാനുവാണ് ഈ കഥയിലെ നായകൻ എന്നെനിക്ക് പറയുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഷാനു അല്ല ഈ കഥയിലെ നായകൻ. നായകൻ നേട്ടപ്പോ ഷാനുവിന്റെ മുഖത്ത് 500 ബൾബത്തി. നായകനാകാൻ പറ്റിയ സാധനം കാശി, ഞാൻ തൂക്കേമാരെ. ഇവരാരുമല്ല എന്റെ കഥയിലെ നായകൻ. എന്റെ കഥയിലെ നായകൻ ഇതാ പതിയാശ്ശേരിയുടെ അഭിമാന താരം, മൂവപ്പാടത്തിന്റെ അഭിമാന പുത്രൻ, കരുത്തനായ പോരാളി, അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവം വഹിച്ചെടുത്ത മൂർത്തിക്ക് ഇപ്പോഴത്തെ പേര് വളിയാറ്റിയാണ്. അതെ, നമ്മുടെ പുതുമണവാളൻ ഷമീറാണ് ഈ കഥയിലെ നായകൻ. ആ ചിരി കണ്ടോ, ചിരിച്ചുകൊണ്ടുള്ള നിപ്പ് കണ്ടോ? അരടിപ്പൊക്കമുള്ളാണ് രുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അരടിപ്പൊക്കമുള്ളാണ് രുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അരടിപ്പൊക്കമില്ലെങ്കിലും ഷമീർ സുന്ദരനാണ്, സുമുഖനാണ്, പ്രതി. അദ്ദേഹം ഒരു ദാനശീലനാണ്. 10ന്റെ പൈസ ഒരാൾക്കും കൊടുക്കൂല.
എന്തിന് ഷമീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിയാശ്ശേരി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയോടിയ യുവത്വത്തിന്റെ വയറ്റിൽ വന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും ഷമീറിന്റെ മുഖത്തില്ലട്ടാ. എങ്ങനെ ഉണ്ടാവാനാണ് ആ പടം കണ്ടവരൊക്കെ ഷമീറിന്റെ മുഖത്തൊക്കെ അങ്ങനത്തെ ഇട്ടത്. ഷമീറിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഷമീർ നല്ലൊരു ഗായകനാണ്. പതിയാശ്ശേരിയിൽ കല്യാണത്തിന്റെ തലേന്ന് എവിടെ പരിപാടി ഉണ്ടായാലും കല്യാണ വീട്ടുകാർ ഷമീറിനെ കൊണ്ട് മേനെ സപ്നം എന്ന പാട്ട് ഷമീറിനെ കൊണ്ട് പാടിക്കും. അങ്ങനെയും കല്യാണ വീട്ടിൽ നിന്ന് ആൾക്കാർ പോയി കിട്ടുമല്ല. നെയ്ച്ചോറുതെ കണ്ടാണ് പ്രശ്നമില്ല. അത്രയ്ക്കും മനോഹരമാണ് ഷമീറിന്റെ പാട്ട്. അങ്ങനെയുള്ള ഷമീറിന്റെ കല്യാണമാണ് നാളെ. പതിയാശ്ശേരിയിൽ ഉത്സവമാണിന്ന്. ഷമീറിന്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും എല്ലാവരും ഷമീറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഷമീറിന്റെ കല്യാണം ആഘോഷിക്കുകയാണ്. എല്ലാവരും ഷമീറിന് വിവാഹ മംഗളാശംസകൾ നൽകുകയാണ്. മംഗളങ്ങൾ വാരിക്കോരിച്ചേരിയാൻ നമുക്കിനി ഷമീറിന്റെ കല്യാണ രാവിൽ പട്ടയടിച്ചാവിടങ്ങ പട്ടുമെത്ത വിരിച്ചതിലിരിക്കാൻ നമുക്കിനി കല്യാണ പാട്ടൊന്ന് പാടാ. താരഹാരമണിഞ്ഞരാവിൽ ആനന്ദം ഉല്ലാസം സന്തോഷം പാടുന്നേ ചുവട് വെച്ച് പാടാം ആ ഗാനം മനസ്സ് കൊണ്ട് പ്രാകാം ഷമീറിനെ. ചുവട് വെച്ച് പാടാം ആ ഗാനം മനസ്സ് കൊണ്ട് പ്രാകാം ഷമീറിനെ. അങ്ങനെ എല്ലാവരും ഈ കല്യാണം ആഘോഷിക്കുന്ന വേളയിൽ ഒരാൾ മാത്രം ഈ ആഘോഷത്തിലൊന്നും പങ്കെടുക്കാൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുകയാണ്. അതാരാണ്? അത് മറ്റാളുമില്ല, അത് നമ്മുടെ കഥാനായകൻ തന്നെയാണ്. കഥാനായകൻ ഷമീർ ഒറ്റയ്ക്ക് മാറി നിന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം ആരെ കുറിച്ചാണ് ആലോചിക്കുന്നത്? വടുതല വത്സലയെ കുറിച്ചാണോ? അല്ല. തെക്കേത്തറ ജാനിനെ കുറിച്ചാണോ? കുന്നുമ്മേ ചാന്ദിനെ കുറിച്ചാണോ? പിന്നെ ഷമീർ ആലോചിക്കുന്ന ആരെ കുറിച്ചാണ്? ഷമീർ ആലോചിക്കുന്നത് നാളെ തന്റെ ഭാര്യ പോകുന്ന വാട്ടപ്പള്ളി മുഹമ്മദ് മോള് സുഫീനയെ കുറിച്ചാണ്. വിരഹത്തിൽ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം വിടരാപ്പൂ മുട്ടുകൾ അവിടെ കരയിക്കും പലവട്ടം. നഗ്നമേനികൾ നീലരാവിലുരയുന്ന സുഖമല്ല പ്രണയം നേരു നിറയുന്ന നീറുന്ന മധുര നൊമ്പരം പ്രണയം അതിലലിയും തോറും മധുരം 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 മധുരം. വിരഹത്തിൽ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം വിടരാപ്പൂ മുട്ടുകൾ അവിടെ കരയിക്കും പലവട്ടം. അങ്ങനെ നേരം അർദ്ധരാത്രി 12 മണിയോടടുത്തു. എല്ലാവരും ആഘോഷങ്ങളെല്ലാം മതിയാക്കി ഉറങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ഇടിവെട്ട് പോലെ, ഒരു പേമാരി പോലെ, ഒരു പവർ കട്ട് പോലെ അവൻ വന്നു. ആരാണവൻ? അതാരാണെന്ന് അറിയുന്ന മുമ്പ് ചെറിയൊരു ഇടവേള. ഇതാ വന്നു. നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ. ചെറിയൊരു കേസം നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അതെ, നേരം അർദ്ധരാത്രി 12 മണിയെടുത്തു. എല്ലാവരും ഉറങ്ങാൻ പോയാണ്. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ഇടിവെട്ട് പോലെ, ഒരു പേമാരി പോലെ, പവർ കട്ട് പോലെ അവൻ വന്നു. ആരാണവൻ? അകലെ നിന്നൊരു രൂപം ആ കല്യാണ വീട് ലക്ഷ്യമാക്കി വരികയാണ്. ആ രൂപത്തിന്റെ വരവ് കണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു. ആ വരുന്നത് നമ്മുടെ പാവൻ ഷമീറിന്റെ കല്യാണം മുടക്കാൻ വരുന്ന ആരാണെന്ന്. കാരണം കല്യാണം മുടക്കിയ നാടല്ല നമ്മുടെ പതിയാശ്ശേരി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടക്കാൻ ട്രെയിനിൽ ലഭിച്ച വൃത്തിയായിട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള കല്യാണം മുടക്കി ഇങ്ങനെ വന്നാൽ ഇതൊരു കലാരൂപമായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ആ രൂപം അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ ആ സമയത്ത് ഒരാൾ കയറി വന്നാൽ അത് കല്യാണം മുടക്കാൻ സംസാരിച്ചാൽ അതിലെന്താണ് തെറ്റ്? ആ രൂപം അകലെ നിന്ന് വരികയാണ്. ആ രൂപം കല്യാണ വീടിനടുത്തെത്തി കഴിഞ്ഞു. ആ രൂപത്തെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ആ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഷാരൂഖ് ഖാന്റെ ഫേസ് കട്ട്, സൽമാൻ ഖാന്റെ ബോഡി, രജനീകാന്തിന്റെ സ്റ്റേ, അമിതാഭ് ബച്ചന്റെ പൊക്ക്. ആ രൂപം ചോദിച്ചു. അവിടെ ഉള്ളവർ അവനോട് ചോദിച്ചു, എന്താ നിന്റെ പേര്? അവൻ പറഞ്ഞു, എന്റെ പേര് ഷഹറാസ് എലിയാസ് ജാക്കി. Attention please, this is the second part of 20th century. ഷഹറാസ് എലിയാസ് ജാക്കി. പറന്നു പുതിയൊരു പാട്ട് മൂളി ഞാൻ പഴങ്കഥ ഏറ്റു പാടി ഞാൻ. പുതിയൊരു പാട്ട് മൂളി ഞാൻ പഴങ്കഥ ഏറ്റു പാടി ഞാൻ. ഷഹറാസ് എലിയാസ് ജാക്കി. ഷഹറാസ് എലിയാസ് ജാക്കി. എന്താണ് അങ്ങനെ പേര്? അപ്പൊ അവൻ പറഞ്ഞു, ഷഹറാസ് എന്റെ ഉമ്മിട്ട പേരാ, എലിയാസ് എന്റെ വാപ്പിട്ട പേരാ. അപ്പൊ ജാക്കിന്ന് മിറാജ് ബസ്സിലെ കണ്ടക്ടറിട്ട പേരാ. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ഷമീറിനൊന്ന് കാണണം.
അവനോട് എനിക്കൊരു ഞെട്ടിക്കുന്ന രഹസ്യം പറയാണ്ട്. വിളിച്ച് ഷമീറെ. അങ്ങനെ ഷമീർ വന്നു. ഷമീറിനോട് അവൻ ഞാൻ ഞെട്ടിക്കുന്ന രഹസ്യം പറയാൻ പോവുക. ഷമീറെ, ഞാൻ പറയാൻ പോകുന്ന രഹസ്യം കേട്ട് നീ തളരരുത്, നീ മനക്കെടുത്തോടെ നിൽക്കണം. ഷമീർ ചോദിച്ചു, എന്താണ് കാര്യം? എന്താണ് എന്റെ കല്യാണം നീ മുടക്കുക? അതൊന്നല്ല, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പറ, എന്താന്ന് വെച്ചാ പറ, എന്തായാലും പറ, നീ ഇതാ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ഷമീറെ, കൈനാസ്ത പേപ്പറിന്റെ പൈസ കിട്ടിയിട്ടില്ലട്ടാ. നാളെ എന്നെ അടക്കേണ്ട ഡേറ്റ്. നാളെ കല്യാണം കാരണം നിന്നെ കാണാൻ പറ്റൂല, അതുകൊണ്ട് നീ ആ സമയത്തിനാ വന്നത്. അങ്ങനെ ഷമീറ് പൈസ എടുക്കാൻ ആ വീട്ടിലേക്ക് കയറി. ഔലൻസാരി ചില്ലപ്പ, പേപ്പറിന്റെ പൈസ തരാത്തവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. അങ്ങനെ ഷമീർ പൈസ കൊണ്ടുവന്നു. ഞാൻ ഹാപ്പിയായി, ഷമീർ ഹാപ്പിയായി, കല്യാൺ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി, എല്ലായിടത്തും സന്തോഷം. എല്ലാവരും ഉറക്കമെല്ലാം മതിയാക്കി ആ കല്യാണത്തിന് വെളുക്കോളം ആഘോഷിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു കൊച്ചു പതാക സംഘം അവസാനിക്കുകയാണ്. കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, മണ്ണിവാരി പൂത്തരുതേ നാട്ടാരേ, കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, മണ്ണിവാരി പൂത്തരുതേ നാട്ടാരേ. കാരണം പണ്ടാരാണ്ട് ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണങ്ങൾ വാരിക്കൂട്ടി കഥയെഴുതിയൊരു കാതികനാണ് ഞാൻ. പണ്ടാരാണ്ട് ചവച്ചു തുപ്പിയ കഥയുടെ കഷ്ണങ്ങൾ വാരിക്കൂട്ടി കഥയെഴുതിയൊരു കാതികനാണ് ഞാൻ. വാരിക്കൂട്ടി കഥയെഴുതിയ പാവം കാതികനാണ് ഞാൻ. ആര് പറഞ്ഞാലും നേര് പറയണം, ഓരോന്ന് ചെല്ലാനല്ല, ഓരോന്ന് ചെല്ലാനല്ല. എല്ലും പതിരും തിരിച്ചറിയണം, നമ്മൾ മകലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. തെറ്റു ചെയ്യാത്തവരാരുണ്ട്, കുറ്റമില്ലാത്തവരാരുണ്ട്, നന്മകളേത് തിന്മകളേത് എന്നത് കൈലാസം. താങ്ക് യു. ആദ്യമായിട്ടാണ് എന്റെ കഥാപാത്രം മുഴുവൻ പറഞ്ഞെടുക്കാൻ പറ്റി. താങ്ക് യു.